ഹരി ഓം. ഖണ്ഡം 2 വൃന്ദാവന ഖണ്ഡം. അധ്യായം 16 തുളസി മാഹാത്മ്യം, തുളസി പൂജ. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ശ്രീ നാരദൻ പറഞ്ഞു: രാധയുടെ അപേക്ഷ കേട്ട ശേഷം ചന്ദ്രാനന കുറച്ചു നേരം ആലോചിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു: ഹേ രാധേ, തുളസി സേവനത്തിന്റെ നിയമങ്ങളാണ് പാലിക്കേണ്ടത്. എന്തുകൊണ്ടെന്നാൽ തുളസിയെ സ്പർശിക്കുന്നതും ധ്യാനിക്കുന്നതും സ്തുതിക്കുന്നതും പ്രദക്ഷിണം നടത്തുന്നതും നനയ്ക്കുന്നതും തുളസീദളം കൊണ്ട് നിത്യവും പൂജ ചെയ്യുന്നതും വളരെ പുണ്യദായകമാണ്. ഒരു തുളസീദളം ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിച്ചാൽ അനേകം പുഷ്പങ്ങൾ ഭഗവാന് അർപ്പിച്ചതുപോലുള്ള ഫലം ലഭിക്കും. അവരെ പാപം സ്പർശിക്കുകയുമില്ല. ദാനധർമ്മങ്ങൾ നടത്തുന്ന അതേ ഫലം തുളസി സേവനം പാലിക്കുന്നതിലൂടെ ലഭ്യമാകുന്നു. തുളസി ചെടി സ്ഥിതി ചെയ്യുന്ന ഗൃഹം തീർത്ഥസ്ഥാനമാണ്. അവിടെ യമന്റെ കിങ്കരന്മാർ പ്രവേശിക്കുകയില്ല. തുളസി നടുക, പരിപാലിക്കുക എന്നിങ്ങനെയൊക്കെ ചെയ്താൽ മനസ്സാ വാച കർമ്മണ ചെയ്യുന്ന എല്ലാ പാപങ്ങളും ദഹിച്ചു പോകും. ഗംഗ, വിഷ്ണു മുതലായ നദികളും ദേവന്മാരും തുളസീദളത്തിൽ സ്ഥിതി ചെയ്യുന്നു. ബ്രഹ്മാവിനു പോലും തുളസിയുടെ മുഴുവൻ മാഹാത്മ്യത്തെ പറ്റി പറഞ്ഞു തരാൻ സാധിക്കുകയില്ല. അതിനാൽ രാധേ, തുളസി സേവ നിർവഹിക്കൂ. അതിലൂടെ കൃഷ്ണനെ പ്രാപിക്കാൻ സാധിക്കും. ശ്രീ നാരദൻ തുടർന്നു: ഇപ്രകാരം ചന്ദ്രാനനയുടെ ഉപദേശം സ്വീകരിച്ച് രാധ തുളസി സേവ വ്രതം ആരംഭിച്ചു. കേതകി വനത്തിൽ സ്വർണം പൂശിയ കവാടങ്ങളും രത്നങ്ങൾ പതിച്ചതുമായ ഒരു തുളസി ഭവനം നിർമ്മിച്ചു. തോരണങ്ങളാൽ അലങ്കരിച്ച ആ ഭവനത്തിന്റെ മധ്യഭാഗത്തായി പച്ചത്തളിരുകളാൽ ശോഭിതമായ തുളസിയെ സ്ഥാപിച്ചിട്ട് ശുഭമുഹൂർത്തത്തിൽ രാധ അതിന്റെ സേവ ആരംഭിച്ചു. രാധ പ്രതിമാസം പ്രത്യേക രസങ്ങൾ ഉപയോഗിച്ച് തുളസിയെ നനച്ചു. കാർത്തിക മാസത്തിൽ പാലുകൊണ്ടും, മാർഗശീർഷത്തിൽ കരിമ്പിൻ നീരുകൊണ്ടും, മാഘമാസത്തിൽ മാമ്പഴത്തിന്റെ ചാറുകൊണ്ടും, ചൈത്രമാസത്തിൽ പഞ്ചാമൃതം കൊണ്ടുമാണ് രാധ തുളസിയെ നനച്ചിരുന്നത്. ഗർഗമുനിയുടെ ഉപദേശപ്രകാരം രാധ വ്രതം പൂർത്തിയാക്കിയ ശേഷം വൈശാഖ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ആദ്യ ദിവസം ഒരു ഉത്സവം നടത്തി. രാധ അനേകം ബ്രാഹ്മണർക്ക് ഭോജനവും വസ്ത്രവും ആഭരണങ്ങളും ദാനമായി നൽകി. ഗർഗാചാര്യർക്കും രാധ കുറെ സ്വർണവും വിലപിടിച്ച മുത്തുകളും ദക്ഷിണയായി സമർപ്പിച്ചു. അപ്പോൾ ദേവന്മാർ ആകാശത്ത് ദുന്ദുഭി മുഴക്കുകയും തുളസി മന്ദിരത്തിനു മേൽ പുഷ്പങ്ങൾ വർഷിക്കുകയും ചെയ്തു. അതേ സമയത്ത് ഗരുഡാരൂഢയായി ശ്രീകൃഷ്ണപ്രിയയായ തുളസി ദേവി പ്രത്യക്ഷയായി. 16 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ദേവിക്ക് 4 കൈകളും കമലദളങ്ങൾ പോലുള്ള മിഴികളും ഉണ്ടായിരുന്നു. ഗരുഡന്റെ പുറത്തു നിന്ന് ഇറങ്ങി വന്ന ദേവി രാധയെ ആലിംഗനം ചെയ്ത് ചുംബിച്ച ശേഷം ഇപ്രകാരം പറഞ്ഞു: രാധേ, നിന്റെ ഭക്തിഭാവത്താൽ ഞാൻ പ്രസന്നയാണ്. ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ചിത്തം എന്നിവ കൊണ്ട് എന്തൊക്കെ നീ ആഗ്രഹിച്ചുവോ അതെല്ലാം സഫലമാകും. അപ്പോൾ രാധ തുളസി ദേവിയെ നമസ്കരിച്ചുകൊണ്ട് ശ്രീകൃഷ്ണന്റെ ചരണാരവിന്ദങ്ങളിൽ എന്നും അചഞ്ചലമായ ഭക്തി ഉണ്ടാകണമേ എന്ന് അപേക്ഷിച്ചു. തുളസി ദേവി തഥാസ്തു എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് തിരിച്ചുപോയി. അന്നു മുതൽ രാധ വളരെ പ്രസന്നവതിയായിരുന്നു. ആരാണാവോ ഈ തുളസി മാഹാത്മ്യം ശ്രവിക്കുന്നത് അവർക്ക് സൗഖ്യം പ്രാപ്യമാകുന്നു. അങ്ങനെ അവസാനം അവർ ഭഗവാനെ പ്രാപിക്കുകയും ചെയ്യും എന്ന് നാരദൻ കൂട്ടിച്ചേർത്തു. ഇവിടെ 2ാം ഖണ്ഡത്തിലെ 16ാം അധ്യായം സമാപിക്കുന്നു. ഹരി ഓം.